الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് ചേർന്ന സഹോദരങ്ങളെ സഹോദരികളെ, സർവ്വലോകരക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടു കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. പരിശുദ്ധ റമദാനിൻ്റെ സമാപനത്തോടടുത്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ലോകത്തുള്ള വിശ്വാസികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാനിൽ കൂടുതൽ നന്മകൾ സ്വന്തമാക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമിക ചരിത്രത്തിലെ ഏറെ മഹത്വമുള്ള ശ്രേഷ്ഠതയുള്ള സ്വഹാബിയാണ് ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു. ബിലാൽ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഒരു മത്സരം നടക്കുന്ന, കുതിരയോട്ട മത്സരം നടക്കുന്ന സ്ഥലത്ത് നിന്ന് അദ്ദേഹം മടങ്ങുന്ന സന്ദർഭത്തിൽ അദ്ദേഹം തിരിച്ചു നടക്കുകയാണ്. അദ്ദേഹം വരുന്ന വഴിയിലാണ് ആ മത്സരമുള്ളത്. അദ്ദേഹത്തെ കണ്ടുമുട്ടിയ ഒരാൾ അദ്ദേഹത്തോട് ചോദിച്ചു, ആരാണ് വിജയിച്ചതാരാണ്, ആരാണ് വിജയിയായത്? ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സബഖൽ മുഖറബൂൻ, അള്ളാഹുവിൻ്റെ സാമീപ്യം ലഭിച്ച ആളുകൾ വിജയിച്ചിട്ടുണ്ട്. അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ അതിനെക്കുറിച്ചല്ല ചോദിച്ചത്, ഞാൻ നിങ്ങളോട് ചോദിച്ചത് അവിടെ നടക്കുന്ന ഒരു ഓട്ട മത്സരമുണ്ടല്ലോ, കുതിരയോട്ട മത്സരം, ആ മത്സരത്തിൽ ആരാണ് വിജയിച്ചത് എന്നതാണ് എൻ്റെ ചോദ്യം. ബിലാൽ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് നൽകിയ മറുപടി, അൻത തസ്അലു അനിൽ ഖൈൽ, നീ ഖൈലിനെക്കുറിച്ച് അഥവാ കുതിരയെക്കുറിച്ച് നീ ചോദിക്കുന്നു, എന്നാൽ ഞാനാകട്ടെ നിനക്ക് നൽകുന്ന മറുപടി അനിൽ ഖൈർ, നന്മയെക്കുറിച്ചാണ്. ഏറെ ഗൗരവത്തോടുകൂടെ നമ്മൾ കേൾക്കേണ്ട ഒരു വാചകമാണത്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നന്മകളെക്കുറിച്ച് കേൾക്കാനും നല്ലതിനെക്കുറിച്ച് ആലോചിക്കാനും
നമ്മളിൽ പല ആളുകൾക്കും സമയം ലഭിക്കാറില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ അദ്ദേഹം പരിശുദ്ധമായ മക്കയിൽ വന്ന് ഹജ്ജ് ചെയ്യുന്ന രംഗമുണ്ട്. അറഫയിൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകളും എല്ലാവരും സമ്മേളിച്ചു. എല്ലാവരും അറഫയിലാണ്. അറഫയുടെ പ്രത്യേകത, അറഫയിൽ നിന്ന് സൂര്യൻ അസ്തമിച്ച ഉടനെ മുസ്ദലിഫയിലേക്ക് മടങ്ങണം. മഗ്രിബ് നമസ്കാരം മുസ്ദലിഫയിൽ എത്തിയതിന് ശേഷമാണ് നിർവഹിക്കേണ്ടത്. അറഫയിൽ വെച്ചല്ല നമസ്കാരം, മുസ്ദലിഫയിൽ വെച്ചാണ്. അതുകൊണ്ട് തന്നെ ഹാജിമാർ പൊതുവേ അവർ അറഫയിൽ നിന്ന് സൂര്യൻ അസ്തമിച്ച ആ സമയം മുതൽ വളരെ വേഗത്തിൽ എന്ത് ചെയ്യും, അവർ മുസ്ദലിഫയിലേക്ക് പോകും. മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി ആ കാഴ്ച ഇങ്ങനെ നോക്കി കാണുകയാണ്. ആളുകൾ അവരുടെ വാഹനപ്പുറത്ത്, അവരുടെ കുതിരപ്പുറത്തും ഒട്ടകപ്പുറത്തുമൊക്കെ അതിവേഗത്തിൽ പൊടി പറത്തിക്കൊണ്ട് മുസ്ദലിഫയിലേക്ക് ഓടുകയാണ്. ആ ഓടുന്ന ആളുകളെ കണ്ടുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്, ലൈസ സാബിഖു മൻ സബഖ ബഇറുഹു വഫുർസുഹു. ഓട്ട മത്സരത്തിൽ വിജയിക്കുന്ന അല്ലെങ്കിൽ ഓടിക്കിതച്ച് മുസ്ദലിഫയിൽ ആദ്യം എത്തുന്നയാളല്ല യഥാർത്ഥത്തിൽ വിജയിക്കുന്നയാൾ. മറിച്ച് വലകിന്ന സാബിഖ മൻ ഗുഫിറ ലഹു. ആർക്കാണോ അള്ളാഹു അവരുടെ പാപങ്ങൾ പുറത്തു നൽകിയത് അവരാണ് യഥാർത്ഥത്തിലുള്ള വിജയികളെന്ന് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകളെ ഓർമ്മപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇസ്ലാമിക ചരിത്രത്തിലെ 2 ചരിത്രങ്ങളാണ് ഞാൻ ആമുഖമായി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത്. ഈ 2 ചരിത്രങ്ങളും നമുക്ക് നൽകുന്നൊരു പാഠം, വിശ്വാസികളായ ആളുകൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, അവരുടെ ജീവിതത്തെ എങ്ങനെ നോക്കിക്കാണണം എന്നതിന് കൃത്യമായ ഒരു രേഖ നമുക്ക് ഈ 2 ചരിത്രത്തിലൂടെ വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ ചിന്തകളിലും നമ്മുടെ ആലോചനകളിലും എപ്പോഴും സ്ഥാനം പിടിക്കേണ്ടത് പരലോകമാണ്. നമ്മൾ ഈ ലോകത്ത് നിന്ന് യാത്ര പോകേണ്ട ആളുകളാണ്. അതിവേഗമാണ് സമയം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ റമദാനിലെ 20 ദിവസങ്ങൾ പിന്നിട്ടു എന്നുള്ളത് ഒരുപക്ഷെ ആശ്ചര്യത്തോടുകൂടെയാണ് നമ്മളൊക്കെ നോക്കിക്കാണുന്നത്. ഇന്നലെ റമദാനിനെ സ്വീകരിച്ചതുപോലെയാണ്. വളരെ വേഗത്തിലാണ് റമദാൻ നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. ലോകാവസാനത്തിൻ്റെ അടയാളമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ച കാര്യമാണ്, സമയം അതിവേഗതയിൽ സഞ്ചരിക്കുമെന്നാണ്. അത് ലോകാവസാനത്തിൻ്റെ അടയാളമാണ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പം നമ്മൾ പ്രവേശിച്ചിരിക്കുന്ന സമയത്തിൻ്റെ ഗൗരവവും അതിൻ്റെ പ്രാധാന്യവും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. റമദാനിൽ പൊതുവെ മഹത്വമുള്ള മാസമാണ്. ആ റമദാനിലെ അവസാനത്തെ 10 ദിവസങ്ങളിലേക്കാണ് നമ്മൾ ഓരോരുത്തരും പ്രവേശിച്ചിരിക്കുന്നത്. അത് സാധാരണ 10 ദിവസങ്ങൾ പോലെയുള്ള 10 ദിവസമല്ല. ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർക്കിടയിൽ ഒരു ചർച്ചയുണ്ട്. ആ ചർച്ച എന്ന് പറയുന്നത് റമദാനിലെ അവസാനത്തെ 10 ദിവസമാണോ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസമാണോ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങൾ എന്നതാണ് ചർച്ച. സാധാരണ നമ്മൾ പറയാറുണ്ട് ദുൽഹിജ്ജ മാസത്തിലെ 10 ദിവസങ്ങൾ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദിവസമാണ്. റമദാനിലെ അവസാനത്തെ 10 അതിനേക്കാൾ ശ്രേഷ്ഠതയുള്ള ദിവസങ്ങളാണ്. ഒടുവിൽ പണ്ഡിതന്മാർ പറഞ്ഞത് റമദാനിലെ അവസാനത്തെ 10 രാത്രികൾക്കാണ് ദുൽഹിജ്ജ മാസത്തിലെ ദുൽഹിജ്ജ മാസത്തിലെ 10 രാത്രികളേക്കാൾ ശ്രേഷ്ഠതയുള്ളത്. ദുൽഹിജ്ജ മാസത്തിലെ പകലുകൾക്കാണ്, ആ 10 ദിവസത്തിലെ പകലുകൾക്കാണ് റമദാനിലെ 10 അവസാനത്തെ 10 പകലുകളേക്കാൾ പ്രത്യേകതയുള്ളത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ ഏറെ മഹത്വമുള്ള ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു 10 ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. എന്തൊക്കെയാണ് ഈ ദിവസത്തിൻ്റെ പ്രത്യേകതകൾ? എന്തൊക്കെയാണ് ഈ ദിവസത്തിൽ വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിൻ്റെ അവസാനത്തെ 10ലേക്ക് പ്രവേശിച്ചാൽ എങ്ങനെയായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. ഇദാ ദഖലൽ അശ്റു അഹിയൽ ലൈല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിലെ അവസാനത്തെ 10 ദിവസങ്ങളിലേക്ക് പ്രവേശിച്ചാൽ പ്രവാചകൻ രാത്രികളെ ജീവിപ്പിക്കുമെന്നാണ്. രാത്രികളെ ജീവിപ്പിക്കും. അതേപോലെ തന്നെ വശദ്ദ മിഅ്സറ, പ്രവാചകൻ തൻ്റെ മുണ്ട് മുറുക്കിയെടുക്കും. മുണ്ട് തുണിയൊക്കെ എന്ത് ചെയ്യും? മുറുക്കിയെടുക്കും. അതേപോലെ തന്നെ വയഖദ അഹ്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ കുടുംബാംഗങ്ങളെ വിളിച്ചുണർത്തുമെന്നാണ്. 3 കാര്യങ്ങളാണ് ഹദീത്തിൽ പറഞ്ഞു. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രിയെ ഹയാത്താക്കും, ജീവിപ്പിക്കും, ഉറങ്ങാതിരിക്കുന്നർത്ഥം. അപ്പോൾ ഇനിയുള്ള 10 ദിവസങ്ങളിൽ നബിൻ്റെ ചര്യ എന്താണ്? രാത്രി സമയങ്ങളിൽ ഉറക്കം ഒഴിവാക്കുക എന്നുള്ളതാണ്. എന്തിനു വേണ്ടിയാണ് ഉറക്കം ഒഴിവാക്കേണ്ടത്? ആ രാത്രിയെ ജീവിപ്പിക്കേണ്ടത് ആരാധനകളിലൂടെയാണ്. നമസ്കാരം നിർവഹിച്ച്, ദിക്റുകൾ ചൊല്ലി, വിശുദ്ധ ഖുർആൻ ഓതി, അതേപോലെ തന്നെ അള്ളാഹുവിനെ കുറിച്ച് പഠിച്ചും അറിഞ്ഞും രാത്രിയെ പകലാക്കി മാറ്റുമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് നമുക്കുള്ള പാഠമാണ്.
അപ്പം നമ്മുടെ മുമ്പിൽ ഇനിയൊരു റമദാനിനെ സ്വീകരിക്കാനും ആ റമദാനിലെ നന്മകൾ സ്വന്തമാക്കാനും നമ്മൾ ഉണ്ടാകുമെന്ന് നമുക്കൊരു ഉറപ്പില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ മുമ്പിൽ നമുക്ക് ലഭിച്ച ഈ സമയത്തെ എന്ത് ചെയ്യണം? നമ്മൾ ഉപയോഗപ്പെടുത്തണം. പരലോകത്തിന് വേണ്ടി നമ്മൾ പണിയെടുക്കേണ്ട സമയമാണ്. അതുകൊണ്ട് തന്നെ റമദാനിൽ അവശേഷിക്കുന്ന രാത്രികളെ ജീവിപ്പിക്കുന്ന, ആ രാത്രികളെ ഉറക്കമൊഴിവാക്കി ആരാധനകൾ കൊണ്ട് ധന്യമാക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനാണ് വിശ്വാസികളായ നമ്മൾ പരിശ്രമിക്കേണ്ടത്. എല്ലാ ആളുകൾക്കും മുഴുവൻ സമയവും സാധിച്ചു കൊള്ളണമെന്നില്ല. പക്ഷേ എത്ര സമയമാണ് സാധിക്കുക? രാത്രിയിൽ നിന്ന് 2 മണിക്കൂറാണ് നമുക്ക് ഹയാത്താക്കാൻ സാധിക്കുന്നത്. നമ്മുടെ സമീപത്തുള്ള പള്ളിയിൽ വന്ന് ഖുർആൻ ഓതി ദിക്റ് ചൊല്ലി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് ഒന്ന് മാറിയിരിക്കാൻ 2 മണിക്കൂറാണോ സാധിക്കുന്നത്? അത് നമ്മൾ ചെയ്യണം. അത് ഈ റമദാനിൻ്റെ അവസാനത്തെ 10 എല്ലാ ദിവസങ്ങളിലും കുറച്ച് സമയമെങ്കിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ പ്രാവർത്തികമാക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ കുടുംബത്തെ വിളിച്ചുണർത്തുമെന്നാണ്. എന്തിനാ കുടുംബത്തെ വിളിച്ചുണർത്തുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തൻ്റെ കുടുംബത്തെ വിളിച്ചുണർത്തിയത് ആരാധനകൾ ചെയ്യാനാണ്, ഇബാദത്തുകൾ ചെയ്യാനാണ്. നമസ്കരിക്കാൻ പോകുമ്പോൾ, അതേപോലെ തന്നെ ഖുർആൻ ഓതാൻ, ഇത് മക്കളെയും ഭാര്യമാരെയും ഒക്കെ ഓർമ്മപ്പെടുത്തേണ്ട ആളുകളാണ് നമ്മൾ. പരസ്പരം ഭാര്യമാർ ഭർത്താക്കന്മാരെ ഓർമ്മയാക്കാം, മക്കളെ ഓർമ്മയാക്കാം. കുടുംബത്തിൽ അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം അങ്ങനെയായിരുന്നു എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ റമദാനിൻ്റെ അവസാനത്തെ 10 പ്രവേശിക്കുമ്പോൾ ആദ്യത്തെ പാഠം എന്താണ്? നമ്മുടെ നബി അവസാനത്തെ 10 ദിവസങ്ങളെ ഹയാത്താക്കിയിട്ടുണ്ട്. ആ ദിവസങ്ങളിൽ കുടുംബങ്ങളെ ആരാധനകൾക്ക് വേണ്ടി പ്രേരിപ്പിച്ചിരുന്നു. ഈ സുന്നത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. രണ്ടാമതായി, എന്തൊക്കെ നന്മകൾ നമുക്ക് ആ സമയത്ത് ചെയ്യാൻ സാധിക്കും? ഏതൊക്കെ നന്മകൾ ചെയ്യാൻ സാധിക്കും? ഇസ്ലാം അനുവദിച്ചു തന്ന നിഷിദ്ധമല്ലാത്ത എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാം. ആ സമയങ്ങളിൽ പാടില്ല എന്ന് പഠിപ്പിച്ച കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. നന്മകളായി ധാരാളം നന്മകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. റമദാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട നന്മയാണ് സ്വതക്ക ചെയ്യുക എന്നുള്ളത്. സ്വതക്ക നൽകുക. സ്വതക്ക നൽകുക എന്ന് പറഞ്ഞാൽ പുഞ്ചിരിക്കുന്നത് സ്വതക്കയാണ്. ഒരാളോട് നല്ല രീതിയിൽ സംസാരിക്കുന്ന സ്വതക്കയാണ്. ഒരാളുടെ പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കുന്ന സ്വതക്കയാണ്. സ്വതക്ക എന്ന് പറഞ്ഞാൽ വെറും പണം കൊടുക്കൽ മാത്രമല്ല, സമ്പത്ത് കൊടുക്കൽ മാത്രമല്ല. സമ്പത്ത് കൊടുക്കൽ സ്വതക്കയാണ്, സംശയമൊന്നുമില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ അങ്ങേയറ്റം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. പല ആൾക്കാരും വിചാരിക്കുന്നത് സമ്പത്ത് കൊടുത്താൽ, സ്വതക്ക കൊടുത്താൽ, സമ്പത്ത് ഉപയോഗിച്ച് സ്വതക്ക കൊടുത്താൽ നമ്മുടെ സമ്പത്ത് കുറയുന്ന. റസൂലുള്ളാഹി പറഞ്ഞത് മാ നഖസത് സ്വദഖത്തുൻ മിൻ മാലിൻ, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. ദാനം നമ്മുടെ സമ്പത്തിനെ ഒട്ടും കുറക്കുകയില്ല എന്നാണ്. നബി സ്വഹാബികളോട് ചോദിക്കുന്നത്, നിങ്ങൾ ആരാണ് നിങ്ങളുടെ അനന്തരാവകാശികളുടെ സമ്പത്തിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ? അതോ നിങ്ങൾക്ക് നിങ്ങളുടെ സമ്പത്തിനെയാണോ ഇഷ്ടം, അനന്തരാവകാശികളുടെ സമ്പത്തിനെയാണോ ഇഷ്ടം? സ്വഹാബികൾ പറഞ്ഞു, നബിയെ, എല്ലാവർക്കും അവനാൻ്റെ സമ്പത്തല്ല ഇഷ്ടം ഉണ്ടാകുക, സ്വന്തം സമ്പത്ത്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നമ്മുടെ സമ്പത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊടുത്ത സമ്പത്താണ്, ചെലവാക്കിയതാണ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചതാണ് നമ്മുടെ സമ്പത്ത്. അതല്ലാതെ നമ്മൾ എടുത്തു വെച്ചതോ, നമ്മളുണ്ടാക്കിയ വീട്, നമ്മൾ വാങ്ങുന്ന വാഹനം, നമ്മുടെ ഭൂമി, ഇതെല്ലാം അനന്തരാവകാശികൾക്കുള്ളതാണ്. നമ്മൾ മരിച്ചാൽ അതിൻ്റെ അവകാശി വേറെയാളാണ്. എന്നാൽ നമുക്ക് ബാക്കിയാകുന്ന എന്താണ്? നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മൾ ചെലവഴിക്കുന്നതാണ്. അപ്പോൾ അള്ളാഹിൻ്റെ മാർഗത്തിൽ കഴിവിൻ്റെ പരമാവധി ചെലവഴിക്കേണ്ട മാസമാണ് റമദാൻ മാസം, പ്രത്യേകിച്ച് റമദാനിലെ അവസാനത്തെ 10. റസൂലുള്ളാഹി പറഞ്ഞു, എല്ലാ പ്രഭാതത്തിലും മാമിൻ യൗമിൻ യുസ്ബിഹുൽ ഇബാദു ഫീഹി ഇല്ലാ മലകാനി യൻസിലാനി ഫയഖൂലു അഹദുഹുമാ അല്ലാഹുമ്മ ആതി മുൻഫിഖൻ ഖലഫാ വയഖൂലു ആഖർ അല്ലാഹുമ്മ ആതി മുംസികൻ തലഫാ. പ്രസിദ്ധമായ ഹദീത്താണ്, ഇമാം ബുഖാരി ധരിക്കുന്ന ഹദീത്താണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നത്, എല്ലാ ദിവസവും പ്രഭാതത്തിൽ 2 മലക്കുകൾ ഇറങ്ങി വരും. എന്നിട്ട് ആ മലക്കുകളിൽ ഒരാൾ ഇങ്ങനെ പ്രാർത്ഥിക്കുമെന്നാണ്, അല്ലാഹുവേ, നിന്റെ മാർഗത്തിൽ സമ്പത്ത് നല്ല കാര്യത്തിൽ ചെലവഴിച്ച മനുഷ്യൻ, ആ മനുഷ്യനെ എന്ത് ചെയ്യണം? നീ പകരം കൊടുക്കണം. മലക്കുകൾ പ്രാർത്ഥിക്കുന്നതാണ്. അള്ളാഹിൻ്റെ മാർഗത്തിൽ സ്വതക്ക നൽകിയ ആൾക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കും. എന്നാൽ സമ്പത്ത് കൊടുക്കാതെ, ചെലവാക്കാതെ പിശുക്ക് കാണിച്ച മനുഷ്യനുണ്ടല്ലോ, അവന് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, അല്ലാഹുവേ, അവന് നാശമുണ്ടാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നതാണ്. മഹാനായ ഇബ്നു ബത്താൽ റഹ്മത്തുള്ളാഹി അലൈഹി ഒരു വാചകം ഇവിടെ നമ്മൾ ചേർത്ത് വായിക്കണം. എന്താ അദ്ദേഹം പറഞ്ഞറിയോ? വമഅലൂമുൻ അന്ന ദുആഅൽ മലായികതി മുജാബുൻ. മലക്കുകളുടെ പ്രാർത്ഥനയ്ക്ക് ഇജാബത്തുണ്ട്. മലക്കുകൾ ദുആ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കും. അപ്പോൾ നോക്കൂ നിങ്ങൾ, നമ്മുടെ സമ്പത്ത് കൊടുക്കുന്ന ആളുകളാണ് എങ്കിൽ അള്ളാഹുവിൻ്റെ പ്രാർത്ഥന നമുക്ക് കിട്ടും, അള്ളാഹുവിൻ്റെ മലക്കളുടെ പ്രാർത്ഥന നമുക്ക് കിട്ടും, നമ്മുടെ സമ്പത്ത് വർദ്ധിക്കും. ഇത് സ്വഹീഹായ ഹദീത്താണ്. അതുകൊണ്ട് തന്നെ സമ്പത്ത് കുറയുമെന്ന് പേടിച്ച് ആരും സ്വതക്ക കൊടുക്കാതിരിക്കാൻ പാടില്ല. നമ്മുടെ കഴിവിൻ്റെ പരമാവധി എന്താണ് നമുക്കൊക്കെ സാധിക്കുക, അതൊക്കെ നമ്മൾ കൊടുക്കണം. കൊടുത്താൽ അത് ഏറ്റവും ഉപകാരപ്പെടുന്ന സമയമാണ് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചത്. രണ്ടാമത്തെ കാര്യം, റമദാനിൻ്റെ അവസാനത്തെ 10 പ്രവാചകൻ്റെ ചര്യയാണ് ഈ ഇഅ്തികാഫ് ഇരിക്കുക എന്നുള്ളത്.
ഈ ഇഅ്തികാഫ് ഇരിക്കുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ച കാര്യമാണ്. ഈ ഇഅ്തികാഫ് എന്ന് പറഞ്ഞാൽ ആരാധനകളിൽ മുഴുകി പള്ളിയിലിരിക്കുക. ആരാധനകളിൽ മുഴുകി പള്ളിയിൽ ഇരിക്കുന്നതിനാണ് ഈ ഇഅ്തികാഫ് എന്ന് പറയാം. ഈ ഇഅ്തികാഫ് ഇസ്ലാമിലെ ഇന്നലകളിൽ കഴിഞ്ഞുപോയ സമുദായത്തിനും അള്ളാഹു നിർബന്ധമാക്കിയ ആരാധനയാണ്. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അദ്ദേഹം കഅബാലയം പണിതുയർത്തുന്ന സമയത്ത് അള്ളാഹു പറയുന്ന വാചകം എന്താ? വഅഹിദ്നാ ഇലാ ഇബ്രാഹിമ വ ഇസ്മാഈല അൻ തുഹിറാ ബൈതിയ ലിത്വാഇഫീന വല്ലാഖിഫീന വറുക്കഈ സുജൂദ്. ഇബ്രാഹിം നബിയോട് ഇബ്രാഹിമിനും ഇസ്മായിലിനും നാം കൽപ്പന നൽകിയത് തവാഫ് അഥവാ തവാഫ് ചെയ്യുന്നവർക്കും അതേപോലെ തന്നെ ഈ ഇഅ്തികാഫ് ഭജനമിരിക്കുന്ന ആളുകൾക്കും വേണ്ടിയിട്ട് പരിശുദ്ധമായ കഅബയെ ശുദ്ധീകരിക്കാനാണ്. അപ്പോൾ ഈ ഇഅ്തികാഫ് എന്നുള്ളത് മുൻഗാമികൾക്കുള്ള ഒരു ഇബാദത്ത് തന്നെയാണ്. ആ ഇബാദത്ത് നമുക്കുമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റമളാൻ വന്നാൽ അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഅ്തകിഫു അൽ-അശ്റ അൽ-അവാഖിറ മിൻ റമളാൻ ഹത്താ തവഫാഹുല്ലാഹ്. നബിൻ്റെ ആത്മാവ് വേർപിരിയുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമളാനിൻ്റെ അവസാനത്തെ 10 ദിവസങ്ങളിൽ ഇഅ്തികാഫ് ഇരുന്നിരുന്നു. നോമ്പ് നിർബന്ധമാക്കിയ കാലം മുതൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിരുന്നു? ഇഅ്തികാഫ് ഇരുന്നു. ആ ഹദീസിൻ്റെ തൊട്ടടുത്ത വാചകം എന്താ അറിയോ? സുമ്മ അത്തഖഫ അസ്വാജുഹു മിൻ ബഅദിഹി. നബിയുടെ ഭാര്യമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷവും ഇഅ്തികാഫ് ഇരുന്നിരുന്നു. അപ്പോൾ 2 കാര്യങ്ങൾ ഇന്ന് കിട്ടി. ഒന്ന്, റമളാനിൻ്റെ അവസാനത്തെ 10 നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ ഇഅ്തികാഫ് ഇരുന്നു. നബിൻ്റെ ഭാര്യമാരും കൂടെ ഇരുന്നു. നബി മരണപ്പെട്ടതിന് ശേഷം നബിയുടെ ഭാര്യമാർ വീണ്ടും പള്ളിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഇഅ്തികാഫ് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഇഅ്തികാഫ് ഇരിക്കേണ്ടത് എവിടെയാണ്? പള്ളിയിലാണ്. ഇഅ്തികാഫ് ഇരിക്കാൻ പള്ളികൾ മാത്രമേ പാടുള്ളൂ. അപ്പോൾ ഇന്നൊരു പാടെന്താ? പള്ളികളിൽ സ്ത്രീകൾക്ക് വരാമെന്നുള്ളതിന് വേറെ തെളിവെന്താ വേണ്ടത്? പള്ളികൾക്ക് സ്ത്രീകൾ ഹറാമാണ്, പള്ളിയിൽ സ്ത്രീ പോകാൻ പാടില്ല, ഹറാമാണ് എന്നൊക്കെ നമ്മുടെ സമൂഹത്തിലെ ചില ആളുകൾ പറയാറുണ്ട്. ഈ ഹദീത്തൊക്കെ എന്താണ് അത്തരം ആളുകൾ കാണിക്കുക? ഈ ഹദീത്തിൽ കൃത്യമായി പറയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാർ നബിൻ്റെ മരണശേഷം ഇഅ്തികാഫ് ഇരുന്നു. ഇഅ്തികാഫ് വീട്ടിലിരിക്കാൻ പറ്റില്ലല്ലോ. ഇഅ്തികാഫ് ഇരിക്കുന്നത് പള്ളിയിലാണ്, മദീനത്തെ പള്ളിയിലാണ്, അല്ലെങ്കിൽ ഏത് സ്ഥലത്താണ് അവിടെയുള്ള പള്ളിയിലാണ്. നബിയുടെ ഭാര്യമാർ പള്ളിയിലാണ് ഇഅ്തികാഫ് ഇരുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇഅ്തികാഫ് സുന്നത്തായ കാര്യമാണ്. ഇഅ്തികാഫ് സുന്നത്താണ്, പക്ഷേ അതിനെ നിസ്സാരമായി കാണാൻ പാടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ജീവിതത്തിൽ പല കാര്യങ്ങളും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ കുറേ സുന്നത്തുകൾ നമ്മൾ എടുക്കാറുണ്ട്, കുറേ സുന്നത്തുകൾ നമ്മൾ ഒഴിവാക്കാറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഒഴിവാക്കാത്ത കാര്യമാണ് എന്ത്? ഇഅ്തികാഫ് ഇരിക്കുക എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മഹാനായ ഇമാം സുഹ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ജനങ്ങളുടെ കാര്യം അത്ഭുതമാണ്, ജനങ്ങളുടെ കാര്യം അത്ഭുതമാണ്. അവരെങ്ങനെയാണ് ഇഅ്തികാഫ് ഉപേക്ഷിക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പല സുന്നത്തായ പ്രവൃത്തികളും ചിലപ്പോൾ ചെയ്യുകയും മറ്റു ചിലപ്പോൾ എന്ത് ചെയ്തു? ഉപേക്ഷിക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ ഇഅ്തികാഫ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നത് വരെ ചെയ്ത ഇബാദത്താണ്, മരിക്കുന്നത് വരെ. അപ്പോൾ നമ്മുടെയൊക്കെ കൂട്ടത്തിൽ ഇത്രയും കാലമായിട്ട് നമ്മൾ 50, 60, 70 വയസ്സായിട്ട് ഒരു ദിവസം പോലും ഇഅ്തികാഫ് ഇരിക്കാൻ തയ്യാറാകാത്ത ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ടാകും. ഞാൻ ആരെയും കുറ്റം പറയുന്നതല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നത് വരെ തുടർന്ന സുന്നത്താണ് എന്ത്? ഇഅ്തികാഫ് ഇരിക്കുക എന്നുള്ളത്. ആ ഇഅ്തികാഫ് ജീവിതത്തിൽ ഒരു ദിവസം പോലും നിർവഹിക്കാത്ത ആൾക്കാർ അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തീരുമാനിക്കണം, ഈ റമളാനിൽ എന്ത് ചെയ്യണം? സാധിക്കുന്ന എത്ര ദിവസം, എല്ലാ ദിവസവും എല്ലാവരും ഇരിക്കണം എന്നൊന്നും പറയാൻ പറ്റില്ല. ഓരോ ആളുകൾക്ക് വ്യത്യസ്തമായ തിരക്കുകളുണ്ടാകും, ആവശ്യങ്ങളുണ്ടാകും, രാത്രി മറ്റുള്ള ജോലികളുള്ള ആളുകളുണ്ടാകും. അതുകൊണ്ട് തന്നെ ഓരോ ആളുകൾക്കും അറിയാം എനിക്കേത് സമയത്താണ് സാധിക്കുക. അതെത്ര സമയമാണെങ്കിൽ 2 മണിക്കൂറാണ് നമുക്ക് പറ്റുക, അല്ല 5 മണിക്കൂറാണോ, ഏത് സമയത്താണോ നമുക്ക് സാധ്യമാകുന്നത് ആ സമയം അള്ളാഹുവിൻ്റെ ഭവനത്തിൽ വന്ന് ഖുർആൻ ഓതി ദിക്റുകൾ ചൊല്ലി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് ആരാധനകളിൽ മുഴുകിയിരിക്കാൻ നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യണം? ആത്മാർത്ഥമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതാണ് റമളാനിൻ്റെ അവസാനത്തെ 10 വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം. 3ാമത്തെ കാര്യം, റമളാനിൻ്റെ അവസാനത്തെ 10 ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്ന അനുഗ്രഹീതമായ രാത്രിയുണ്ട്. വിശുദ്ധ ഖുർആൻ കൊണ്ട് സ്വഹീഹായ ഹദീത്തുകൾ കൊണ്ടൊക്കെ സ്ഥിരപ്പെട്ട കാര്യമാണത്. ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞാൽ എന്താ? ഖുർആൻ അവതീർണമായ രാത്രി, നിർണയത്തിൻ്റെ രാത്രിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഫീഹി ലൈലത്തുൻ ഖൈറും മിൻ അൽഫി ഷഹർ. റമളാനിലൊരു രാത്രിയുണ്ട്. ആ രാത്രിൻ്റെ പ്രത്യേകത എന്താ? 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ള രാത്രിയാണ്. 1000 മാസം എന്ന് പറയുമ്പോൾ ഏകദേശം 82, 83 വർഷങ്ങൾക്ക് തുല്യമാണ്. നോക്കൂ നിങ്ങൾ, ഒരു രാത്രി കൊണ്ട് 83 വർഷം ചെയ്ത നന്മകൾ നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്ന ഒരു രാത്രി എവിടെ ഉണ്ട്? റമളാനിൽ അവസാനത്തെ 10 റമളാനിൽ അവസാനത്തെ 10 നമ്മുടെ കണ്ണൂരിലെ ഏതെങ്കിലും ഒരു പ്രസിദ്ധമായ ടെക്സ്റ്റൈൽസിൽ നല്ലൊരു ഓഫർ ഉണ്ട് എന്ന് കേട്ടാൽ, ഇല്ല നല്ലൊരു ഒരു 4 പാൻറ്റ് വെറുതെ കിട്ടുന്നുണ്ടെങ്കിൽ, ഒരു പാൻറ്റ് എടുക്കുമ്പോൾ 4 എണ്ണം കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഓടിപ്പോയി വാങ്ങൂലേ? ഷർട്ടിന് ഓഫർ ഉണ്ട് എന്ന് പറഞ്ഞാൽ, പാത്രങ്ങൾക്ക് ഓഫർ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിറകെ നമ്മൾ പോകും. സിം ഉണ്ട് എന്ന് പറഞ്ഞാൽ, നെറ്റ് ഫ്രീ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഓഫറുകളുടെ പിറകെ ഓടുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ. എന്നാൽ സഹോദരങ്ങളെ, 83 വർഷക്കാലം
ഒരു മനുഷ്യൻ നന്മ ചെയ്യുന്ന പ്രതിഫലം ഒരു രാത്രിക്ക് കിട്ടുന്നതാണ്. ഒരു രാത്രിക്ക് എന്ത് അത് കിട്ടാൻ വേണ്ടി നമ്മൾ മത്സരിക്കാത്തത്? ഏത് രാത്രിയാണ് നമുക്കറിയില്ല. റമദാനിൻ്റെ അവസാനത്തെ 10-ലാണ് ആ രാത്രി ഉള്ളത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ അവതീർണമായ രാത്രി, അനുഗ്രഹീതമായ രാത്രി, 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠതയുള്ള രാത്രി, മലക്കുകൾ ഇറങ്ങി വരുന്ന രാത്രിയാണ് ആ രാത്രി. മലക്കുകൾ ഇറങ്ങി വരുന്ന രാത്രിയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ച അന്നത്തെ ദിവസം ഭൂമിയിൽ എത്ര മലക്കുണ്ട് എന്നറിയോ? ഇബ്നു ഹുസൈമ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, വഇന്നൽ മലായികത തിൽക്കൽ ലൈല അക്തറു ഫിൽ അർളി മിൻ അദദിൽ ഹസാൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സ്വഹീഹായ ഹദീസ. ഭൂമിയിലെ ചരൽ കല്ലുകൾ എത്രയുണ്ടോ അത്രയും മലക്കുകൾ ഈ ഭൂമിയിൽ ഉണ്ടാകും അന്നത്തെ ദിവസം. മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർക്ക് സമാധാനത്തിന് വേണ്ടി ദുആ ചെയ്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യം. അതുകൊണ്ട് തന്നെ അനുഗ്രഹീതമായ ആ രാത്രിയുള്ള ഈ റമദാനിലെ അവസാനത്തെ 10 ദിവസങ്ങൾ അതിൻ്റെ ഗൗരവത്തിൽ കാണാനും ആ രാത്രി സ്വന്തമാക്കാനുള്ള പരിശ്രമങ്ങൾ നടത്താനും വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാനിലെ അവസാനത്തെ 10 ദിവസങ്ങളെ ധന്യമാക്കുന്ന, അമൂല്യമായ ഈ 10 ദിവസങ്ങളെ ഉപയോഗപ്പെടുത്തുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹില്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സ്വാഭാവികമായും ആളുകളുടെ ഒരു ചോദ്യമാണ്, എന്നാണ് ലൈലത്തുൽ ഖദർ? 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ള ആ രാത്രി എന്നാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ രാത്രി എന്നാണ് എന്ന് മനസ്സിലാക്കി. ആ രാത്രി തിരിച്ചറിഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളോടത് പറയാൻ വേണ്ടി ഓടി വരികയാണ്. സ്വഹാബികളത് പഠിപ്പിക്കണം. റമദാനിലെ അവസാനത്തെ 10-ലെ ഒരു രാത്രിക്ക് 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠതയാണ്. അതെന്നാന്ന് നബിക്ക് മനസ്സിലായി. അത് പറയാൻ വേണ്ടി നബി വരുമ്പോഴാണ് രണ്ടാളുകൾ ഷണ്ട കൂടുന്നത്, അടിപിടി കൂടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ വിഷയത്തിൽ ഇടപെട്ടു. അവരോടത് ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞു. റസൂലുള്ളാഹി എന്തിനാണോ വന്നത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറന്നുപോയി. ആ രാത്രി എന്നാണ് എന്നത് പ്രവാചകന് മറപ്പിക്കപ്പെട്ടു എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് റമദാനിലെ അവസാനത്തെ 10-ലാണ്. ഏത് ദിവസമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പഠിപ്പിച്ചിട്ടില്ല. ഒറ്റവിട്ട രാവുകളിലാണ് എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. 21, 23, 25, 27, 29 ഈ ഒറ്റവിട്ട രാവുകളിലാണ് ലൈലത്തുൽ ഖദർ ഉണ്ടാകും. മറ്റു ചില അടയാളങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മുടെ നാട്ടിൽ സാധാരണ ആളുകൾ പറയും ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ അത് 27-ാം രാവിൻ്റെ അന്നാണ്. 27-ാം രാവിൻ്റെ അന്നാണ് എന്ന് ഉറപ്പിച്ച് പറയണമെങ്കിൽ തെളിവ് വേണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട ഹദീത്ത് വേണം. അങ്ങനെ ഒരു ഹദീത്ത് ലഭ്യമല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിലെ 27-ൻ്റെ അന്നാണ് എന്ന് കൃത്യമായി എവിടെയും പഠിപ്പിച്ചിട്ടില്ല. എന്നാൽ 27-നാകാൻ സാധ്യതയുണ്ട്. കാരണം അന്ന് ഒറ്റയായ രാത്രിയാണ്. അതല്ലാതെ അന്നത്തെ ദിവസമാണ് എന്ന് ഉറപ്പിച്ച് പറഞ്ഞ് ആ ദിവസം ആളുകളെ കൊണ്ട് പ്രത്യേകം ഇബാദത്ത് ചെയ്യിപ്പിക്കുന്ന പലപ്പോഴും ബിദഅത്തായിട്ട് മാറും. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു പ്രത്യേകമായ സ്ഥലത്തേക്ക് മുഴുവൻ ആളുകളെയും അന്നത്തെ ദിവസം വിളിച്ചു കൂട്ടും. അന്നത്തെ ദിവസം ഒരു മൈതാനത്തേക്ക് ആളുകളെ വിളിച്ചു കൂട്ടും. നോക്കൂ നിങ്ങൾ, റമദാനിൻ്റെ അവസാനത്തെ 10-ൽ ആളുകൾ പള്ളിയിലേക്കാണ് വരേണ്ടത്, മൈതാനത്തേക്കല്ല. നമ്മൾ പൊതുപരിപാടികൾ സംഘടിപ്പിക്കേണ്ട ദിവസമല്ല റമദാനിലെ അവസാനത്തെ 10. നമ്മൾ ക്ലാസ്സുകൾ പോലും പള്ളിൻ്റെ ഉള്ളിലാക്കണം, പുറത്തു നടത്താൻ പാടില്ല. കാരണം പള്ളിയിൽ ആളുകൾ കൂടുതൽ ഇരിക്കേണ്ട സമയമാണത്. അപ്പോൾ ഇങ്ങനെ നമ്മളെ ദീനിൽ നിന്ന് അകറ്റുന്ന പല പ്രവണതകളും നമ്മുടെ നാട്ടിലുണ്ട്. നമ്മളത് തിരിച്ചറിയണം, നമ്മളത് മനസ്സിലാക്കണം. അത്തരത്തിലുള്ള കാര്യങ്ങളോട് അകന്നു നിൽക്കാൻ വിശ്വാസികളായ ആളുകൾക്ക് സാധിക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് റമദാനിലെ അവസാനത്തെ 10-ലാണ്. അത് ഇന്ന ദിവസമാണ് നബി പറഞ്ഞിട്ടില്ല, ഒറ്റയിട്ട രാത്രികളിലാണ് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ അത് ലഭിക്കാനുള്ള വഴി എന്താ? അത് ലഭിക്കാനുള്ള വഴി നമ്മൾ ആ രാത്രികളെ ജീവിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയായിരുന്നു. പള്ളിയിൽ വന്ന് ആരാധനകളിൽ മുഴുകി നമ്മൾ ജീവിക്കുക, സാധ്യമാകുന്ന സമയങ്ങളിലൊക്കെ ആരാധനകൾ ചെയ്തുകൊണ്ടിരിക്കുക. റമദാനിൻ്റെ രാത്രി അവസാനത്തെ 10 ദിവസങ്ങളിലെ രാത്രികളിൽ മുമ്പ് കാലഘട്ടത്തിലുണ്ടായിരുന്ന സമുദായങ്ങൾക്ക് കുറേ ആയുസ് ഉണ്ടായിരുന്നു. മഹാനായ നൂഹ് നബിയുടെ ചരിത്രം വായിക്കുമ്പോൾ 950 വർഷക്കാലം അദ്ദേഹം ദഅവത്ത് നടത്തിയതാണ്. 300 വർഷവും 400 വർഷവും 500 വർഷമൊക്കെ ജീവിച്ച ആൾക്കാരുണ്ട്. അവരുടെ ആയുസ് അങ്ങനെയായിരുന്നു. നമ്മുടെ ആയുസ്സോ? നമ്മുടെ ആയുസ് കുറവാണ്. അന്നത്തെ ആളുകൾ
ആ കുറേ കാലം അവർക്ക് ആരാധനകൾ ചെയ്യാൻ, ഇബാദത്ത് ചെയ്യാൻ, റബ്ബിനെ ആരാധിക്കാൻ സമയമുണ്ടായിരുന്നു. ഈ ഉമ്മത്തിന്, നബിയുടെ ഉമ്മത്തിനോ വളരെ കുറച്ച് സമയമുള്ളൂ. എന്നാൽ ആ കുറച്ച് സമയം കൊണ്ട് തന്നെ ആ കാലഘട്ടത്തിലെ ആളുകൾ നേടിയെടുത്ത നന്മകളൊക്കെ നേടാനുള്ള അവസരമാണ് ലൈലത്തുൽ ഖദർ. മനസ്സിലായി? ആ കാലഘട്ടത്തിലെ ആളുകൾ അവരുടെ ആയുസ് കൊണ്ട് നേടിയെടുത്ത മുഴുവൻ നന്മകൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ലൈലത്തുൽ ഖദറിലൂടെ നേടിയെടുക്കാൻ പറ്റും. എത്ര ലൈലത്തുൽ ഖദർ നമ്മുടെയൊക്കെ ആയുസ്സിൽ കടന്നുപോയി. അപ്പോൾ ഇതിൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കുകയും പ്രാധാന്യം നമ്മൾ ഉൾക്കൊള്ളുകയും കഴിവിൻ്റെ പരമാവധി റമദാനിൻ്റെ അവസാനത്തെ 10 ആരാധനകൾ കൊണ്ട് സജീവമാക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അല്ലാഹു അവർക്ക് ശിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയ ആളുകൾ അല്ലാഹു അവർക്ക് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന സഹോദരങ്ങളുടെ അല്ലാഹു അവർക്ക് നല്ല ജോലി നൽകി അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഫലസ്തീനിൻ്റെ മണ്ണിൽ വേദന അനുഭവിക്കുന്ന, പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സഹോദരങ്ങൾക്ക് സമാധാനവും സന്തോഷവും നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രയാസങ്ങൾ തീർത്തു കൊടുക്കുമാറാകട്ടെ. ജയിലുകളിൽ നിരപരാധികളായി കഴിയുന്ന ആയിരക്കണക്കിന് മനുഷ്യരുണ്ട്. അല്ലാഹു അവർക്ക് മോചനം നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അല്ലഹിയാ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. وآخر دعوانا الحمد لله رب العالمين.